Welcome to MrUnboxTravel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം പഴയ ഒരു മോഡൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഗാഡ്ജറ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. എനിവേ ഏതാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോയുടെ വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. അപ്പോൾ ഇതാണിന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓപ്പോയുടെ വയർലെസ് സ്പീക്കറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സ്പീക്കർ കാണാൻ സാധിക്കും. ഓപ്പോയുടെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റെന്ത് കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളതെന്ന് നോക്കാം. ഒരു USB Type-C രീതിയിലുള്ളൊരു ചാർജിങ് കേബിൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു Type-C ആണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നത്. പിന്നുള്ളൊരു യൂസർ മാനുവൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. എനിവേ നമുക്ക് ഈ ഒരു സ്പീക്കർ നമ്മുടെ ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്യാം. അതിനുശേഷം നോക്കാം എത്രത്തോളം മികച്ച രീതിയിലുള്ള ശബ്ദമാണ് ഈ ഒരു സ്പീക്കറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ നമുക്കിത് പെയർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡിസൈൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അത്യാവശ്യം ഒരു വീതിയുള്ളൊരു സ്പീക്കറാണ്. നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന വലിയ വെയിറ്റ് ഇല്ലാത്ത രീതിയിലുള്ള നല്ല അത്യാവശ്യം ഭംഗിയുള്ളൊരു ഒരു ഡിസൈനാണ് ഈ ഒരു സ്പീക്കറിൽ ഓപ്പോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ കാണാം നമുക്ക് പ്ലേ പോസ്, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിലുള്ള ബട്ടൺ ഉണ്ട്. ഇതാണ് നമ്മുടെ പവർ ബട്ടൺ. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പെയർ ചെയ്യാം. ഈ ബട്ടൺ പ്രസ് ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഡിസ്പ്ലേയിൽ നമുക്ക് ടൈം, അതുപോലെ തന്നെ പവർ ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്ലൂടൂത്ത്. ഇവിടെ കാണുന്നുണ്ട് ഓപ്പോയുടെ വയർലെസ് സ്പീക്കർ എന്നുള്ളത്. ജസ്റ്റ് നമ്മൾ പെയർ ചെയ്യുന്നു. ഇതിപ്പോൾ ഓൾറെഡി ഇതിൽ നമ്മൾ കേട്ട പോലെ കണക്റ്റഡ് ആയിട്ടുണ്ട്. എനിവേ ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു സോങ് ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ സൗണ്ട് എത്രത്തോളം ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പോയുടെ വയർലെസ് സ്പീക്കർ ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. 40% ബാറ്ററി അതിൽ ലെഫ്റ്റ് ആണ്. എനിവേ ജസ്റ്റ് ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മാക്സിമം സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക സൗണ്ടിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇതിലിപ്പോൾ പറയുന്നത് പവർഫുൾ ബാസ് അല്ലെങ്കിൽ പവർഫുൾ ബേസ് ആയിട്ടുള്ളൊരു സ്പീക്കർ എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ എനിക്ക് അത്രത്തോളം ഒരു എന്താ പറയുക ഒരു സൂപ്പർബായിട്ടുള്ളൊരു ബാസ് അല്ലെങ്കിൽ ഭയങ്കര ശബ്ദമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്കൊരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി വിശേഷിപ്പിക്കാം. അതല്ലാതെ നമുക്കൊരു JBL സ്പീക്കറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഒരു മികച്ച ഒരു ശബ്ദം എനിക്കതിൽ ഫീൽ ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. ഇനി പക്ഷേ നമുക്കൊരു എബോവ് ഡീസൻ്റ് എന്നുള്ള രീതിയിൽ നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വിശേഷിപ്പിക്കാം. ഒന്നും കൂടി ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് തരാം. എട്ട് മണിക്കൂറാണ് കമ്പനി ഇതിന് പറയുന്ന മ്യൂസിക് പ്ലേ ബാക്ക് ടൈം. പക്ഷേ അതിൽ പറയുന്നുണ്ട് ഹാഫ് വോളിയം, അതായത് ഇതിൽ 16 വരെയാണ് വോളിയം മാക്സിമം ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 8 ഇട്ടാലാണ് നമുക്ക് 8 മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് കമ്പനി പറയുക. അപ്പോൾ നമ്മൾ ഫുൾ വോളിയത്തിലാണ് ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 3.5 മണിക്കൂർ മുതൽ ഒരു 4 മണിക്കൂർ ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുക. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു സൈസിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്പീക്കറിൽ കിട്ടുന്ന ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ 0 to 100 ചാർജിങ് ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അതോടൊപ്പം തന്നെ ബ്ലൂടൂത്തിൻ്റെ 5 ആണ് ഇതിൽ വേർഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ
2990 റുപ്പീസാണ് ഇതിന് MRP വരുന്നത്. അതുപോലെ തന്നെ ഖത്തറിലും സിമിലർ പ്രൈസ് തന്നെയാണ്, 114 ഖത്തർ റിയാലാണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൈസിൽ പൊതുവെ കമ്പയർ ചെയ്യുക JBLൻ്റെ Go 2 ആ ഒരു വേർഷനൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു JBL Go 2 ആണ് കുറച്ചും കൂടി എന്താ പറയുക ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ 2 യൂസ് ചെയ്ത ആളാണ്. സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ബാസിൻ്റെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ JBL ആണ് ഒരു പടിക്ക് മുകളിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ ഈ ഒരു പ്രൊഡക്റ്റ് ഡീസൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേ നമുക്കിതിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്, പിന്നെ ബാറ്ററി ലൈഫും അത്യാവശ്യം മികച്ചത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഓപ്പോ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ചും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ടെക് സംബന്ധമായ സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ ടെക് സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ മറ്റു വീഡിയോസുകൾ കൂടി കണ്ടതിന് ശേഷം വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാരത്ത് മാക്സിമം നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനിവേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.